2019 പാട്ടും പാടി ജയിച്ച ആലത്തൂർ മണ്ഡലത്തിൽ രണ്ടാം അംഗത്തിനിറങ്ങുകയാണ് രമ്യ ഹരിദാസ്. ഇക്കുറിയും പാട്ടുപാടിയും മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് രമ്യയുടെ പ്രചാരണം. 2019 മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയും സ്ഥാനാർത്ഥി അമൃത ന്യൂസിനോട് പങ്കുവച്ചു. 2019 ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ആലത്തൂർ മണ്ഡലം പിടിച്ചെടുത്ത സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ഇക്കുറിയും ആലത്തൂരിൻ്റെ വലതുപക്ഷ സാരഥിയായിട്ട് രമ്യ ഹരിദാസിനെ തന്നെയാണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ചേച്ചി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചരണം ആരംഭിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ? കാരണം നിങ്ങൾക്ക് തന്നെ നേരിട്ട് നോക്കിയാൽ തന്നെ അറിയാം, വളരെ ആവേശത്തിലാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ. വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനെ പോലെ തന്നെ ഇവിടുത്തെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ അവരെ പ്രതിനിധിയായിട്ട് വീണ്ടും മത്സരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ സന്തോഷവും, ചെല്ലുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ പിന്തുണയും വലിയ ആശ്വാസപരമായിരിക്കുന്ന രീതിയിൽ അവർ ഓരോ കാര്യങ്ങളും, ചൂടാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും അതിലെല്ലാം അവർ നമ്മളോട് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അതിനു വേണ്ടിയിട്ട് അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം. ഇക്കുറി മണ്ഡലം നിലനിർത്തുമെന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷ തന്നെയാണുള്ളത്. 100%. കാരണം നിങ്ങൾക്ക് തന്നെ ചോദിച്ചാലറിയാം, ഇവിടെ കടയിലെ ചേട്ടന്മാരാണെങ്കിലും ഓട്ടോ ചേട്ടന്മാരുണ്ട്, ഇവിടെ തൊഴിലാളികൾ, ചുമടെടുക്കുന്ന എല്ലാ സംഘടനകളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആലത്തൂർ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം അത് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അതിനകത്ത് ഒരു തർക്കവും. മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ചേച്ചി? കാരണം എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം നിങ്ങൾക്കറിയാലോ ഒരു കാർഷിക മേഖലയാണ്. നെൽകർഷകർ ഏറ്റവും കൂടുതൽ കാരണം പ്രയാസം അനുഭവിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെ പോകണം. നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയ ചൂടാണ്. ഇതൊരു മനുഷ്യൻ്റെ ശരീരത്തിന് തന്നെ ഏൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം അത്രയധികം ചൂടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നെൽപ്പാടങ്ങൾ ഇന്ന് കരിഞ്ഞുണങ്ങി വിണ്ട് വരണ്ട് കിടക്കുന്ന ഒരു മരുഭൂമി കണക്കെ ആയി മാറി. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിലും നിങ്ങളുടെ അമൃത TV ഉൾക്കൊള്ളുന്ന ചാനലുകളെല്ലാം പറഞ്ഞ കാര്യമാണ്. കാരണം പറമ്പിക്കുളവും ആളിയാറിൽ നിന്നും ലഭ്യമാകുന്ന വിവിധ ഡാമുകളിൽ നിന്ന് വരുന്ന ജലസേചനങ്ങളിലൂടെയാണ് ഇവിടുത്തെ കൃഷി മുന്നോട്ട് പോകുന്നത്. അത് നെൽകൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു വലിയ പ്രതിഷേധം കർഷകരുടെ ഇടയിലുണ്ട്. കാരണം അത് ഉദ്യോഗസ്ഥർക്ക് അതിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല, സർക്കാർ അതിനകത്ത് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു വ്യാപകമായിരിക്കുന്ന പരാതി ആലത്തൂർ പാർലമെൻറ്റ് പരിധിയിലുണ്ട്. കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം, നെല്ലിൻ്റെ പണം കിട്ടാത്ത വിഷയങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. പെൻഷൻ്റെ തുക കിട്ടാതെ ഇപ്പോൾ നമ്മൾ പോയി വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അമ്മമാർ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിരിക്കുന്ന അമ്മമാർ പറയാം പെൻഷൻ കിട്ടാതെയായിട്ട്. അങ്ങനെ തുടങ്ങി ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന പലചരക്ക് സാധനങ്ങൾ, മുളകാകട്ടെ, മല്ലിയാകട്ടെ, ചെറുപയറാകട്ടെ, വീട്ടിലൊരു കഞ്ഞിയും പയറെങ്കിലും വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പയറ് മേടിക്കാമെന്ന് വെച്ചാൽ അതിനും വലിയ വിലക്കയറ്റം. അപ്പോൾ വിലക്കയറ്റം വലിയ പ്രശ്നമാണ്. കന്നുകാലി തീറ്റകളുടെ വിലയും അതോടൊപ്പം തന്നെ കന്നുകാലികളുടെ മരുന്നിൻ്റെ വില വർധനവും വലിയ രീതിയിലാണ്. പച്ചക്കറി കൃഷിയാണ് എങ്കിൽ ആവോളം ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അത് സംഭരിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല. അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം ഏറ്റവും സാധാരണക്കാരൻ ജീവിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം തന്നെയായിരിക്കുമല്ലേ ഇത്തവണ ജനങ്ങൾക്ക് മുന്നിൽ UDF വെക്കുന്ന വാഗ്ദാനങ്ങൾ? കാരണം 100%. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ജനങ്ങളെ ബാധിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയാൻ സർക്കാർ സംവിധാനത്തിലെ മേഖലകളിൽ എന്താ പറയുക, ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ ഉത്തരവാദിയാണ്. അവർ മറുപടി പറഞ്ഞേ തീരൂ. ചേച്ചി, എതിർ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല, CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, മന്ത്രിയാണ്. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ചേച്ചി എങ്ങനെ നോക്കിക്കാണുന്നത്? കാരണം എതിർ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. കാരണം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മത്സരം നടക്കട്ടെ എന്നുള്ളത് പറയുന്നതോടൊപ്പം പറയുന്നത് ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ക്യാബിനറ്റ് ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുവാൻ അതിനകത്ത് അധികാരമുള്ള ഒരാളിനെ പാർട്ടി നിർത്തുമ്പോൾ നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ആലത്തൂരുകാർക്ക് ചോദിക്കുവാനുണ്ട്, മന്ത്രിയായിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാനില്ല, ഞങ്ങൾക്ക് നെല്ലിൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല, കാർഷിക കടങ്ങൾ എത്രയോ കാലങ്ങളിൽ കോൺഗ്രസ് എഴുതി തള്ളിയിരിക്കുന്ന ചരിത്രമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ഒരാളാണ്. ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ. ചേച്ചി സ്ഥാനാർത്ഥി എന്നതിലും ഒരു MP എന്നതിലും ഉപരി ഒരു കലാകാരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു കലാകാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാമായിരിക്കും.
അപ്പോൾ അതിലൊരു പ്രതികരണം എങ്ങനെയാണ്? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കലാഭവൻ മണി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ടുകളിലൊന്ന് മണിച്ചേട്ടൻ്റെ പാട്ടാണ്. അദ്ദേഹമാണെങ്കിലും RLV രാമകൃഷ്ണനാണെങ്കിലും അവരൊക്കെ ആ കയ്പ് നിറഞ്ഞ ജീവിതത്തിലൂടെ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്ത് നിന്നുകൊണ്ടാണ് ഈ കലാപരമായിരിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. അവരെ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ മുദ്രകളുടെ അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങളിലുമൊക്കെ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന സമയത്ത് ഇന്നത്തെ സമൂഹം അത് ഉൾക്കൊള്ളുന്നതല്ല. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ തലമുറ ഈ അധിക്ഷേപങ്ങളെയൊക്കെ എടുത്ത് അറബിക്കടലിൽ തള്ളണമെന്ന് പറയുന്ന രീതിയിലാണ് തലമുറയുള്ളത്. അപ്പം ഞാൻ ഒരു കാര്യം പറയുകയാണ്, എത്ര വലിയ കലാകാരിയാണെങ്കിലും ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം എത്രയോ പാവപ്പെട്ട ആളുകളുടെ കഠിനാധ്വാനം കൊണ്ട് പഠിച്ചെടുത്ത് ഒരു വേദിയിലെങ്കിലും നൃത്തം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മാതൃകയായിട്ടുള്ള ഒരു നൃത്ത അധ്യാപകനാണ്. അപ്പോൾ ആ അധ്യാപകനെ പറയുന്ന സമയത്ത് ആ രാമകൃഷ്ണൻ ചേട്ടന് മാത്രമല്ല വേദനിക്കുക, അദ്ദേഹത്തിനെ ആരാധിക്കുന്ന, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം അറിവ് പകർന്നു കൊടുത്ത് പഠിപ്പിച്ചെടുത്ത എത്രയോ ശിഷ്യരുണ്ട്. അവരുടെയൊക്കെ മനസ്സ് വേദനിക്കും. ഇപ്പോൾ ആലത്തൂരിൽ നമ്മൾ പല ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ പോലും മണിച്ചേട്ടൻ്റെ അനിയൻ ആ രാമകൃഷ്ണേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് ജനങ്ങൾ ഇങ്ങോട്ട് പറയണം. അപ്പോൾ എല്ലാ ചായക്കടകളിലും എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ ഇരുന്ന് ഒരു ചർച്ചയിലേക്ക് ഇന്ന് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമാവാത്ത ഒരു കാര്യത്തിന് വെറുതെ അവർ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് പരസ്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അത് വളരെ വേദന ഉളവാക്കുന്നത് തന്നെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഭവം നല്ല ചൂടാണ്, ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു 4 വരി മണിച്ചേട്ടൻ്റെ പാട്ട് നമുക്കുണ്ട്. പിന്നെന്താ, ഞാൻ മണിച്ചേട്ടനെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പാടുന്ന പാട്ട്, പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. നമുക്ക് വീണ്ടും വഴിയിൽ കണ്ടുമുട്ടാം. അമൃത TVയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, വളരെ മനോഹരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അമൃത TV ഞങ്ങളുടെ ഒപ്പം ആലത്തൂരിൽ നിന്നിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. തീർച്ചയായിട്ടും വളരെ നന്ദി, സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള പാട്ടും ചേച്ചി പാടി തന്നിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയുള്ളത്. മണ്ഡലത്തിലെ കാർഷിക വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ പ്രചരണം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.